ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സിനിമ കണ്ടു. ആ സിനിമയെ പറ്റിയുള്ള ഒരു റിവ്യൂ അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഞാൻ കണ്ട സിനിമ ചിന്ന ചിന്ന ആസൈ. ആ, ആ, ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു മൂവി. ഇങ്ങനെ എനിക്ക് ആ മൂവി കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നനുത്ത കാറ്റിങ്ങനെ നമ്മുടെ മേലെ വന്ന് അടിച്ചാലുണ്ടല്ലോ, നമ്മളൊരു ബീച്ചിലോ എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഒരു നനുത്ത കാറ്റ് വന്ന് നമ്മളെ അടിച്ചാൽ നമുക്ക് എന്തൊരു സുഖം ഉണ്ടാവും. അതുപോലൊരു മൂവി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും എനിക്കിങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ നിറയണുണ്ടായിരുന്നു. അതെന്തിനാന്ന് എനിക്കറിയില്ല. മേ ബി വാരണാസിയുടെ ഫ്രെയിംസ് എല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ ഫ്രെയിംസ് കണ്ടിട്ടാണോ? അല്ലെങ്കില് ആ സിനിമയില് നമ്മള് പലതരത്തിലുള്ള ജീവിതങ്ങൾ കാണുന്നുണ്ട്. അത് കണ്ടിട്ടാണോ? എനിക്കറിയില്ല. എനിക്ക് പറയാൻ വാക്ക് കിട്ടുന്നില്ല. ഉം. മേ ബി എനിക്ക് ലീലയില് എന്നെ തന്നെ കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ട് തോന്നി. അതുകൊണ്ടാണോന്നറിയില്ല. പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൂവി. ലൈഫില് പണ്ട് എൻ്റെ ഒരു കുറച്ചും കൂടെ ഒക്കെ ഒരു ചെറുപ്പത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആഹ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മേടിച്ചു കഴിഞ്ഞാലായിരിക്കും ഞാൻ ഹാപ്പി ആവുക. ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എനിക്ക് കിട്ടണത് അപ്പോഴായിരിക്കും എന്ന് ചിന്തിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഭയങ്കര, അതായത് നമുക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യം നേടുമ്പോഴായിരിക്കും നമുക്കൊരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് കിട്ടുകയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു പോയിന്റ് ഓഫ് ടൈമിൽ എനിക്ക് മനസ്സിലായി, ഹാപ്പിനെസ് നീഡ് നോട്ട് ബി എക്സ്പെൻസീവ്. വളരെ ചെറിയ കുഞ്ഞു കുഞ്ഞ് ചിന്ന ചിന്ന ആസൈകളിലും നമുക്ക് പ്യുവർ ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റും എന്നൊരു പോയിന്റ് ഓഫ് ടൈമിൽ ഞാൻ റിയലൈസ് ചെയ്തു. ആ അതൊക്കെ ഇല്ല. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാന് സ്പോയിലർ ഇതാക്കണില്ല. ഓക്കെ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് വീഡിയോ ചെയ്തപ്പോഴും ഇതുപോലെ ചില സിനിമകളെ പറ്റിയുള്ള റിവ്യൂസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ചെറിയ കാര്യങ്ങൾ മതി. ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാവും. ഇപ്പോൾ നായകൻ്റെയോ നായികയുടെയോ അല്ലെങ്കിൽ ഒരു കോ ആക്ടറിൻ്റെയോ ഒക്കെ ഇങ്ങനെ അവർ വിഷമിച്ചിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഞാനിവിടെ കരഞ്ഞു തുടങ്ങും. അപ്പോൾ എനിക്ക് അത്രയും മതി. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ഇഷ്ടമായതാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധമില്ല. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിരിക്കും. ബട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായിട്ടുള്ള എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമ. കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം കേട്ടോ. വർത്തായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു.